ഇന്ന് മെയ് 21 നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാൾ. ഇന്നാണ് ദൃശ്യം 3ൻ്റെയും റിലീസ്. ജിത്തു ജോസഫ് ഇന്ന് ദൃശ്യം 3യിലൂടെ എന്തൊക്കെ ത്രില്ലിംഗ് എലമെന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് റിവ്യൂയിലൂടെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ. ആസ് ഓൾവേസ് ജിത്തു ജോസഫ് മൂവീസ് അറിയാലോ, ട്വിസ്റ്റ് എവറിത്തിങ് ഇസ് എ ട്വിസ്റ്റ് ആണ്, ഫുൾ ഓൺ ട്വിസ്റ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് റിയലി ഗ്രേറ്റ്, സൂപ്പർ. ലുക്ക് അറ്റ് the crowd is talking. I'm not the one, look at the crowd, full house ആണ്. So it's really great. സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് ഉണ്ട്. ഒരു മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുക, അച്ഛൻ എത്രത്തോളമാണ് മകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഈ ഒരു മൂവിയിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡിലൂടെ ജിത്തു ജോസഫ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ ഒരു മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ എത്രത്തോളം ഏത് എക്സ്ട്രീം ലെവൽ വരെ പോകാൻ തയ്യാറാണ് ഏറ്റവും ഉള്ള ഒരു അച്ഛനായിട്ടാണ് ജോർജ് കുട്ടി നിൽക്കുന്നത്. അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ഓരോ സമയം അവസാനം കണ്ണ് നിറഞ്ഞു പോയി. സൂപ്പർ പടം. പക്ഷെ നാം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വന്നതാണ്. ഇത്ര ഒരു പടം സൂപ്പർ ആയിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര പീക്ക് പടം. എല്ലാവരും കണ്ടിരിക്കണം. മസ്റ്റ് വാച്ചണം. പക്ഷെ സെക്കൻഡ് ഹാഫ്, അതായത് ഇൻവോൾവ് ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് വരുന്ന രീതിയില്ല. ഡാഡീസ് ഹോം, പക്ക ലാലേട്ടൻ്റെ ഡാഡീസ് ഹോം. ഒരു കുടുംബമാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്, അത് സമ്മതിക്കണം. തൂക്കി അത് 300 കോടി തന്നെ, ഒരു രക്ഷയില്ല. കിടില്ല ക്ലൈമാക്സ് ഒക്കെ ഒരു 1.5 തൂക്ക്. കാണാം, ഡെഫിനറ്റ്ലി കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വെയിറ്റിംഗ് പീരീഡ് ആകുമ്പോൾ നമ്മൾ കാണുന്നവരും ഒബ്വിയസ്ലി കഥകൾ ഒരുപാട് മനസ്സിൽ വന്നിട്ടുണ്ട്. സോ ആ കഥകളുമായിട്ടൊന്നും യാതൊരുവിധ കൊളിഷനും ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എൻ്റെ ദൃശ്യത്തിൻ്റെ എൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണിത്. ഞാൻ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, സെക്കൻഡ് OTT ആയിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോഴും കാണാൻ പറ്റിയില്ല. ഇത് ആദ്യത്തെ 2 പാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ദൃശ്യം എന്ന് പറയുന്ന ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാത്ത ലാലേട്ടനെ നമ്മുടെ ആ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മകളെ രക്ഷിക്കാൻ അച്ഛൻ ഏതറ്റം വഴി പോകും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് തന്നെ ലിറ്ററലി സ്പീക്കിംഗ് ഞാൻ കരഞ്ഞു പോയി ലാസ്റ്റ്. ഇമോഷണൽ, നമുക്കൊരു ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. പടം മൂവ് ചെയ്യുമ്പോഴേ ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് വരുമ്പോഴേ നമുക്കറിയാം. ദൃശ്യം നമുക്കറിയാം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണണം. 1, 2-നേക്കാളും ഒരു വേറൊരു ലെവലിലാണ് 3. ജോർജ് കുട്ടി എന്ന കഥാപാത്രം അത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുള്ളത് ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പടം നല്ല രീതിയിൽ കൊളുത്തിയിട്ടുണ്ട്. ലാലേട്ടൻ നല്ലൊരു പിറന്നാൾ ആശംസകൾ. ഈ പടം ഈ ദിവസം തന്നെ ഇറക്കാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വെച്ച് അവസാനിക്കുന്ന ചോദ്യത്തിന് വിരാമം വിട്ടുകൊണ്ട് ഇനിയും ഒരു ചാൻസ് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. ദൃശ്യം 4ലേക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ